Hello, good morning. Forever Living Products ഇന്ത്യയുടെ മലയാളം ഫേസ്ബുക്ക് ലൈവ് ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ പേര് സാജു പോൾ, എറണാകുളത്തു നിന്നാണ്. ഇന്നലെ ഈ പ്രോഗ്രാം പ്രേംരാജൻ സാറാണ് കണ്ടക്ട് ചെയ്തത്. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. ആദ്യമായിട്ട് ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാജു പോൾ, എറണാകുളം സ്വദേശിയാണ്. ഫോറവറിൽ 8 വർഷത്തിലധികമായിട്ട് പ്രവർത്തിക്കുന്നു. ഫോറവറിന്റെ മാർക്കറ്റിംഗ് പ്ലാനിന്റെ റാങ്ക് അനുസരിച്ചിട്ട് സോറിംഗ് മാനേജർ എന്നുള്ള റാങ്കിലാണ്. ഫോറവറിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ പ്രസന്റേഷന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ എൻ്റെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയൊരു മാർക്കറ്റിംഗ് പ്ലാനാണ്. അതുകൊണ്ട് തന്നെ അത് പറയാനായിട്ടും അത് പ്രസന്റ് ചെയ്യാനായിട്ടൊക്കെ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി വലിയൊരു ഭാഗ്യമായിട്ടും ദൈവാനുഗ്രഹമായിട്ട് കാണുന്നു. ഞാൻ ഫോറവറിൽ വരുന്നതിന് മുമ്പ് ഡിഫറെന്റ് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സുകളിൽ ഇൻവോൾവ് ആയിരുന്നു, ഏകദേശം 14 വർഷത്തോളം. ആ ബിസിനസ്സുകളിൽ തന്നെ എല്ലാം തന്നെ നമ്മൾ ഞാൻ സ്റ്റഡി ചെയ്തപ്പോൾ അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായ കുറെ കാര്യങ്ങൾ ഒരു സാധാരണക്കാരന് ഒരു എക്സ്ട്രാ ഓർഡിനറി ലെവലിലേക്ക് എത്താൻ പറ്റിയ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതോടൊപ്പം തന്നെ വെൽനസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നതും വളരെ അതിവേഗം ഗ്രോ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആണെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ നിന്നാണ് ഞാൻ കൂടുതൽ സ്റ്റഡി ചെയ്യാൻ തുടങ്ങിയത്. ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഏതാണ്, ഏറ്റവും സിമ്പിൾ ആയിട്ട് സിസ്റ്റമാറ്റിക്കലി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ വരുത്താവുന്ന, ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന, എത്തിക്സും വാല്യൂസും കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന, നമ്മുടെ വാല്യൂ ഒരിക്കലും ഒരു ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ കുറയാൻ പാടില്ല, അത് കൂടാനേ പാടുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പല മാനദണ്ഡങ്ങളും അനുസരിച്ച് ഞാനത് നോക്കി, ഒരു റിസർച്ച് തന്നെയായിരുന്നു. ഒരു 14 വർഷത്തെ റിസർച്ചിന്റെ ഫലമായിട്ടാണ് ഫോറവറിൽ എത്താനായിട്ട് സാധിച്ചത്. എൻ്റെ ജീവിതത്തില് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ഒരു റൈറ്റ് ഡിസിഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയാൻ എനിക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ് ഫോറവർ ലിവിങ് പ്രോഡക്ട്സിൽ അസോസിയേറ്റ് ചെയ്യാനായിട്ട് എടുത്ത തീരുമാനം. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം തന്നെയാണ്. ഇത് തന്നെ എൻ്റെ ജീവിതം ടോട്ടലി മാറ്റി മറിച്ചു. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും, ഇത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. എല്ലാവരും ഇത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ മാർക്കറ്റിംഗ് പ്ലാൻ നമ്മുടെ ലൈഫിൽ എത്രത്തോളം മാറ്റങ്ങൾ വരുത്തുമെന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളെല്ലാവരും അറിവുള്ളവരാണ്. ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തിരിച്ചറിവാണ് ഏറ്റവും വലിയ അറിവ്. അങ്ങനെ ഒരു തിരിച്ചറിവാണ് എനിക്ക് 8 വർഷങ്ങൾക്ക് മുമ്പ് 2012 ഫെബ്രുവരി 5 ഞാൻ ഫോറവറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ടോട്ടലി നോക്കുവാണെങ്കിൽ 8 വർഷവും 9 മാസവും കംപ്ലീറ്റ് ആയി. ഞാൻ ഈ ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ബാംഗ്ലൂർ കമ്പനിയുടെ പ്രൊഡക്റ്റ് സെന്റർ ബാംഗ്ലൂരാണ് നിയറസ്റ്റ്. മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും അടുത്തത് ബാംഗ്ലൂരാണ്. അവിടെ ചെന്ന് 500 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ വളരെ സന്തോഷം ആണ്. എല്ലാം കൊണ്ടും ടോട്ടലി ഒരു ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി ആണത്. എനിക്ക് മാത്രമല്ല, നമ്മളുടെ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ FLP ഇന്ത്യയിലും FLP ഗ്ലോബലി എല്ലാം ജോയിൻ ചെയ്യുന്ന വ്യക്തികൾക്ക് എല്ലാവർക്കും വലിയ മാറ്റങ്ങളാണ്. അത് ഹെൽത്ത് വൈസും വെൽത്ത് വൈസും എല്ലാം പല രീതിയിലുള്ള മാറ്റങ്ങളാണ് ലഭിക്കുന്നത്. ഒരു മാർക്കറ്റിംഗ് പ്ലാനിലേക്ക് നമ്മൾ കടക്കുകയാണ്.
ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരോടും എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ എന്തെങ്കിലും ഇതിൽ കേൾക്കുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. ഷോർട്ട് പെൻസിൽ ഈസ് ബെറ്റർ ദാൻ എ ലോങ് മെമ്മറി. നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടത് അങ്ങനെ ഇരിക്കുന്നതിൽ നല്ലതാണ് ഒരു ചെറിയ പെൻസിൽ കൊണ്ട് ഇത് എഴുതി നോട്ട് ചെയ്യാൻ സാധിക്കുന്നത്. വെൽക്കം ടു ഫോറെവർ ലിവിംഗ് പ്രോഡക്ട്സ് അണ്ടർസ്റ്റാൻഡിംഗ് ദ മാർക്കറ്റിംഗ് പ്ലാൻ. എല്ലാവർക്കും മാർക്കറ്റിംഗ് പ്ലാനിന്റെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്ലൈഡ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ നമ്മൾ ഒരു കരിയർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഈ സ്ലൈഡിൽ കാണുന്നത്. ഒന്ന്, ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ദ ബാക്ക്ബോൺ. എന്താണ് കമ്പനി? ഈ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഇതാണ് നമുക്ക് ഒരു കമ്പനി സ്ട്രോങ് കമ്പനി ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിൽ ഫ്യൂച്ചർ ഉള്ളൂ. അല്ലെങ്കിൽ പല രീതിയിലുള്ള ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് വന്ന് അത് ഇനി ഇല്ലാതെ ആവുന്ന കമ്പനികളെ കാണുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഫോറെവറിനെ പറ്റി പഠിക്കേണ്ടത്. അത് അടുത്ത സ്ലൈഡുകളിൽ നമുക്ക് ശരിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തത് പ്രോഡക്റ്റിനെ പറ്റി എന്തായിരിക്കണം? വളരെ യുണീക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കണം. പ്രോഡക്റ്റ് സംസാരിക്കുന്നതായിരിക്കണം. പ്രോഡക്റ്റ് ആയിരിക്കണം ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ കോമ്പൻസേഷൻ. അതായത് ഇതിലൂടെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരു കോമ്പൻസേഷൻ പ്ലാൻ അനുസരിച്ചിട്ടാണ് ഇതിന്റെ പേ ഔട്ട് വരുന്നത്. അത് വളരെ ഹെൽത്തി ആയിരിക്കണം. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം. അതൊരു ഡിസ്ട്രിബ്യൂട്ടർ ഫ്രണ്ട്ലി ആയിരിക്കണം. അതിനെപ്പറ്റിയൊക്കെ അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആദ്യം നമുക്ക് കമ്പനിയെ പറ്റി ഒന്ന് സ്റ്റഡി ചെയ്യാം. കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട്. ഫോറെവർ ലിവിംഗ് പ്രോഡക്ട്സ് ഇന്റർനാഷണൽ ഫിനിക്സ് അരിസോണയിലാണ് 1978 സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ 42 വർഷമായിട്ട് 169 രാജ്യങ്ങളിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന വേൾഡിലെ നമ്പർ 1 വെൽനസ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ് ഫോറെവർ ലിവിംഗ് പ്രോഡക്ട്സ് ഇന്റർനാഷണൽ. ഇത് നമ്മളെല്ലാ FBOസും അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. ഇതൊരു ചെറിയ കമ്പനിയല്ല. 169 രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമുക്കൊരു ചെറിയ ബിസിനസ് പോലും ചെറിയ ഏരിയയിൽ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ എത്രത്തോളം റിസ്ക് ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ, ഡിഫിക്കൽട്ടീസ് വളരെയധികം ഉണ്ട്. ഇവിടെ അതൊന്നും ഇല്ലാതെ അതായത് യാതൊരുവിധ ഇന്ററപ്ഷനും ഇല്ലാതെ എന്തൊക്കെ റിസിഷൻ, എന്തൊക്കെ ലോകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തും ബുദ്ധിമുട്ടുകൾ ഉണ്ടായ സമയത്തും ഡിഫിക്കൽട്ടീസ് ഉള്ള സമയത്തെല്ലാം ഫോറെവറിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് അത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്താണ്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൽ അടുത്ത സ്ലൈഡുകളിലൊക്കെ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടും. ഫോറെവർ ഇന്ത്യയിലേക്ക് വരുന്നത് 2000-ലാണ്. 2000-ൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ത്യയിൽ 20 വർഷം കഴിയുന്നു. 500-ലധികം കോടിയുടെ ആനുവൽ ടേൺ ഓവർ ഫോറെവറിന് ഇന്ത്യയിൽ മാത്രമുണ്ട്. വേൾഡ് വൈഡ് $3.8 ബില്യൺ ടേൺ ഓവറാണ്. അതായത് ഇന്ത്യൻ റുപ്പീസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 30,000 crores ടേൺ ഓവർ ഉള്ള ആനുവൽ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയാണ്. 10 മില്യൺ FBOs, 1 കോടിയിലധികം FBOs ആണ്. FBOs എന്ന് പറയുന്നത് ഫോറെവർ ബിസിനസ് ഓണേഴ്സ്. ഇതൊക്കെ നമ്മൾ കമ്പനിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും രാജ്യങ്ങളിൽ ഇത്രയും വളരെ സക്സസ്ഫുൾ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഒന്നും നോക്കാനില്ല. 100-ൽ 101% മാർക്ക് കൊടുക്കാൻ പറ്റുന്ന അത്രയും ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഫോറെവർ. രണ്ടാമത് പ്രോഡക്റ്റ്. FLBയുടെ പ്രോഡക്റ്റ് ഓൾമോസ്റ്റ് പ്രോഡക്ട്സുകളെല്ലാം വേൾഡ് വൈഡ് പാറ്റൻസി ഉള്ളതും വളരെ യുണീക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. കാരണം അതിന് പകരം വെക്കാനായിട്ട് ഒരു പ്രോഡക്റ്റ് പോലും ഇല്ല. ഫോറെവറിന്റെ അലോവേര ജെല്ല് നിങ്ങൾക്കറിയാം. ഈ ഒരു ബോട്ടില്
ഇതിന് പകരമായിട്ട് ലോകത്തൊരു പ്രോഡക്റ്റ് ഇല്ല. അത് ഓരോ പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 200-ലധികം പ്രോഡക്റ്റ് വേൾഡ് വൈഡ് ഉണ്ട്. ഇതെല്ലാം വളരെ യുണീക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. കൂടാതെ വേൾഡ് ലീഡേഴ്സ് ഇൻ അലോവേര. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റുകളിൽ ഒന്നാണ് അലോവേര. കാരണം അത് വളരെ തെറാപ്പറ്റിക് ആണ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യര് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും അലോവേര ഉപയോഗിച്ച് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ വേൾഡ് ലീഡേഴ്സ് ആണ്. 7500 ഏക്കർ സ്ഥലത്താണ് ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഞാൻ പറയുന്നത്. 7500 ഏക്കേഴ്സിന് മുകളില് കൾട്ടിവേഷൻ ആണ് ഫോറവറിനുള്ളത്. പ്രോഡക്റ്റ് കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു പ്രോഡക്റ്റ് ആണ്. വേൾഡ് വൈഡ് പാറ്റേൺസ് ഉള്ള യുണീക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. എപ്പോഴും ഡയറക്റ്റ് സെല്ലിംഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലോക്കലി കിട്ടുന്ന അല്ലെങ്കിൽ സാധാരണ കടകളിൽ ലഭിക്കുന്ന സാധനങ്ങൾ ഡയറക്റ്റ് സെല്ലിംഗിൽ വരിക എന്ന് പറയുന്നത് അത് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് മോഡലിന് തന്നെ ശരിയല്ല. കാരണം ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് എന്ന് പറയുന്നത് ഒരു എല്ലാ ബിസിനസ്സിനും മുകളിലായിട്ടുള്ള ഒരു ബിസിനസ്സാണ്. കാരണം എഡ്യൂക്കേറ്റ് ചെയ്ത് കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റ് കൊടുക്കാവുന്ന അത് യുണീക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ അതിന് പകരം വെക്കാനായിട്ട് മാർക്കറ്റിൽ വേറൊരു പ്രോഡക്റ്റ് ഇല്ലാത്ത രീതിയിലുള്ള അത്രയും യുണീക്ക് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളായിരിക്കണം. അപ്പൊ അവിടെയാണ് നമ്മൾ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയുടെ മാനേജ്മെന്റിന്റെ കാര്യം മനസ്സിലാക്കി. അടുത്തത് പ്രോഡക്റ്റിൽ എത്രത്തോളം യുണീക്ക് ആണ്. പ്രോഡക്റ്റ് നമ്മൾക്ക് ബിസിനസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കണം. സാധാരണ ബിസിനസ്സുകളിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു എഫേർട്ട് വളരെയധികം കൂടുതലായിരിക്കും ഓരോ പ്രോഡക്റ്റ് മൂവ് ചെയ്യുന്നത്. പ്രോഡക്റ്റിന്റെ ഒരു ക്വാളിറ്റിയൊക്കെ സാധാരണ മറ്റുള്ള ഡയറക്റ്റ് സെല്ലിംഗിൽ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഫോറവറിൽ വരുന്നതിന് മുമ്പുള്ള 14 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. അവിടെ എല്ലാം എഫേർട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ച് 90% എഫേർട്ട് അവിടെ വേണ്ടിവരും. 10% ആണ് പ്രോഡക്റ്റിന്റെ ഒരു കോൺട്രിബ്യൂഷൻ. ഇവിടെ ഫോറവറിൽ ഞാൻ മനസ്സിലാക്കുന്നത് 90%ഉം റോള് പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് സംസാരിക്കും, പ്രോഡക്റ്റ് ബിസിനസ് ബിൽഡ് ചെയ്യും. നമ്മളുടെ റോൾ എന്ന് പറയുന്നത് 10% മാത്രമാണ്. ഇത് നമ്മൾക്ക് നമ്മളുടെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ബിസിനസ് ബിൽഡ് ചെയ്യാനും സക്സസ്ഫുൾ ആവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. Then financial compensation. Best in the world. Most FBO friendly plan. FBO friendly plan എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ച് ഫോറവർ ബിസിനസ് ഓണറെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വളരെ സിമ്പിൾ ആയിട്ട് അച്ചീവ് ചെയ്യാവുന്ന രീതിയിലുള്ള വളരെ ഫ്രണ്ട്ലി പ്ലാൻ ആണ് ഫോറവറിന്റെ. ഞാൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മൾ മറ്റു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളിലൊക്കെ നോക്കുമ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പലതരം പ്ലാനുകൾ കണ്ടിട്ടുണ്ട്. അതിൽ ഒരു പ്ലാൻ എന്ന് പറയുന്നത് കമ്പനി ഫ്രണ്ട്ലി ആണ്. കമ്പനി ഗ്രോ ചെയ്യും. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഡ്രീംസ് ഒക്കെ കണ്ട് ഇതിന്റെ പുറകെ പോകുന്നതല്ലാതെ അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല. അത് കമ്പനി ഫ്രണ്ട്ലി പ്ലാൻ ആണ്. ചില പ്ലാനുകൾ എന്ന് പറയുന്നത് ലീഡേഴ്സ് ഫ്രണ്ട്ലി പ്ലാൻ ആണ്. ഈ ലീഡേഴ്സ് ഫ്രണ്ട്ലി പ്ലാനിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടോപ്പിൽ നിൽക്കുന്നവരൊക്കെ പൈസ ഉണ്ടാക്കും, നല്ല കാശുണ്ടാക്കും. താഴെയുള്ളവരൊക്കെ വളരെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയൊക്കെ അവർ പ്രവർത്തിക്കുമെങ്കിലും വലിയ ഡ്രീമോടൊക്കെ പ്രവർത്തിക്കുമെങ്കിലും അവർക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഫോർവേഡിന്റെ പ്ലാൻ. FBO ഫ്രണ്ട്ലി പ്ലാൻ ആണ്. ഇന്ന് നിലവിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഇന്നലെ വന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും നാളെ വരാനുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും എല്ലാവർക്കും അച്ചീവ് ചെയ്യാവുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഫ്രണ്ട്ലി പ്ലാൻ ആണ് ഫോർവേഡ്. ഞാൻ ഇത്രയും പറയാൻ കാരണം ഞാൻ ഫോർവേഡിന്റെ പ്ലാൻ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് ഫോർവേഡിൽ വന്നത്. ഇന്ന് ഈ പ്രസന്റേഷൻ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് തന്നെ എൻ്റെ ഒരു റൈറ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഭാഗ്യമാണ്, ദൈവാനുഗ്രഹവും എല്ലാം ആണ് എങ്കിൽ തന്നെ ഇതെന്റെ റൈറ്റ് ആണ്. കാരണം ഞാൻ അത്രത്തോളം സ്റ്റഡി ഈ മാർക്കറ്റിംഗ് പ്ലാനിൽ നടത്തിയിട്ട് തന്നെയാണ് വന്നത്. കാരണം ഫോർവേഡിൽ വരുന്നതിന് മുമ്പുള്ള 14 വർഷത്തെ എക്സ്പീരിയൻസ് അതിൽ നിന്ന് എനിക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഇനിയിപ്പോ നമുക്ക് പഠിക്കലല്ല, ജീവിതത്തിൽ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്. അപ്പൊ അവിടെ ശരിക്കും ശരിയായ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി അല്ല എങ്കിൽ നമ്മൾക്കത് പിന്നെയും നമ്മുടെ സമയം വേസ്റ്റ് ആയിട്ട് പോകും. സമയം കളയാനില്ല. അതോടൊപ്പം തന്നെ ഹയസ്റ്റ് പേ ഔട്ട് ടു ദ FBOs ഇൻ ദ ഇൻഡസ്ട്രി. ഏറ്റവും ഹയസ്റ്റ് പേ ഔട്ട് ആണ്. ഹെൽത്തി ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ മാത്രമല്ല ഏറ്റവും കൂടുതൽ പേ ഔട്ടും കൊടുക്കുന്നു.
പലവരും പറയാറുണ്ട് ഫോറെവർ ഇത്രയും പേ ഔട്ട് കൊടുക്കുന്നത് എങ്ങനെ കൊടുക്കാൻ സാധിക്കും? മാർക്കറ്റിംഗ് പ്ലാൻ സ്റ്റഡി ചെയ്തിട്ട് പല എക്സ്പെർട്സും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കൾട്ടിവേഷൻ മുതൽ മാനുഫാക്ചറിങ്, പ്രോസസ്സിംഗ്, പാക്കിംഗ്, ഡിസ്ട്രിബ്യൂഷൻ എല്ലാം നേരിട്ട് ചെയ്യുന്നു. തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഇല്ല. പ്യൂരിറ്റി ഉള്ള ഒരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസിന്റെ മോഡലാണ് ഫോറെവർ. അതായത് മാനുഫാക്ചർ എൻഡ് യൂസർക്ക് പ്രോഡക്റ്റ് വേർഡ് ഓഫ് മൗത്ത് അഡ്വർടൈസ്മെന്റ് വഴി എത്തിക്കുന്ന ഒരു ബിസിനസ് മോഡൽ ആണല്ലോ ഇത്. അങ്ങനെ ഒരു മോഡല് ആണെങ്കിൽ അതിന്റെ ഒരു പ്യൂരിറ്റി ഉള്ള ഫോമാണ് ഫോറെവർ. ഞാൻ വേറൊരു കമ്പനിയും കണ്ടിട്ടില്ല. ആയിരക്കണക്കിന് കമ്പനികൾ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ചെയ്യുന്നുണ്ട്. അവിടെ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു പ്യൂരിറ്റി ഉള്ള ഫോം. യു ഏൺ സെവറൽ ടൈപ്സ് ഓഫ് ഇൻകം. നമുക്ക് പല രീതിയിലുള്ള 12 തരത്തിലുള്ള ബെനിഫിറ്റ്സുകൾ ഫോറെവറിൽ നിന്ന് ലഭിക്കും. നിങ്ങൾ വാങ്ങിക്കാൻ റെഡിയായാൽ മതി. അതേപോലെ തന്നെ കമ്പനിയുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ബോണസ് ആണ് ചെയർമാൻസ് ബോണസ്. ഇത് 59 കോടിയിലധികം ഇന്ത്യയിൽ കൊടുത്തു കഴിഞ്ഞു. ഇത് കഴിഞ്ഞ വർഷത്തെ സ്ലൈഡാണ്. അതുകൊണ്ട് ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അതിൽ കൂടുതലാണ്. ഇന്ന് ഈവനിങ് 5 മണിക്കുള്ള കമ്പനിയുടെ ഡിജിറ്റലി ഉള്ള സക്സസ് ഡേയിൽ ഈ ഇൻഫർമേഷൻ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവരും അറ്റൻഡ് ചെയ്യണം. ഇത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് മാത്രമുള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ ഡിജിറ്റലി സക്സസ് ഡേ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവർക്കും അതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. എല്ലാവരെയും അതിൽ അറ്റൻഡ് ചെയ്യിക്കുക. എല്ലാവർക്കും ഈ ഓപ്പർച്യൂണിറ്റിയുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, നമ്മളുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ടീം മെമ്പേഴ്സ് അവരുടെയൊക്കെ അച്ചീവ്മെന്റ്സിൽ നമ്മൾക്കും പങ്കെടുക്കാനും അതിൽ അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരെ അംഗീകരിക്കാനും അതുവഴി നമ്മൾക്കും ആ ലെവലുകളിൽ എത്താനായിട്ടും ഒരു വലിയൊരു മോട്ടിവേഷൻ ആണ് ഈ സക്സസ് ഡേ കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. നമുക്കറിയാം ട്രഡീഷണൽ ബിസിനസിന്റെ ഒരു മോഡൽ. സാധാരണ നമ്മൾ ജനിച്ച് വളർന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ വളരെ ചെറുപ്പം മുതൽ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് ട്രഡീഷണൽ ബിസിനസ്. കാലാകാലങ്ങളായിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ്. അവിടെ ഒരു മാനുഫാക്ചർ ഉണ്ടാവും. ഒരു മാനുഫാക്ചറെ സംബന്ധിച്ച് അതിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ്, അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് അടക്കം വരുന്ന ഒരു കോസ്റ്റ് ഉണ്ടാവും. അതുകൂടാതെ നാഷണൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും, റീജിയണൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും, ഹോൾസെയിലേഴ്സ് ഉണ്ടാവും, റീറ്റെയിലേഴ്സ് ഉണ്ടാവും, TV അഡ്വർടൈസ്മെന്റ് ഉണ്ടാവും, അതുപോലെ ഹോർഡിങ്സ്, സ്പോൺസർഷിപ്പ് പ്രോഗ്രാമുകൾ, വെയർഹൗസിങ് ഇങ്ങനെ തുടങ്ങി വളരെയധികം എക്സ്പെൻസുകൾ ആ പ്രൊഡക്റ്റിന്റെ കൂടെ ആഡ് ആവും. ഇതാണ് കൺസ്യൂമറിലേക്ക് എത്തുന്നത്. അപ്പൊ കൺസ്യൂമറാണ് ഇതെല്ലാം കൊടുക്കുന്നത്. കൺസ്യൂമർ ഈ കോസ്റ്റ് എല്ലാം കൺസ്യൂമർക്ക് ആ പ്രൊഡക്റ്റിൽ വരുന്നുണ്ട്. ഇതാണ് സാധാരണ ട്രഡീഷണൽ ബിസിനസ്. ഞാൻ ആ മേഖലയിൽ, ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഞാൻ കഴിഞ്ഞ 22 വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഞാൻ ട്രഡീഷണൽ ബിസിനസ് മേഖലയിലായിരുന്നു. പെസ്റ്റിസൈഡ്സിന്റെയും ഫെർട്ടിലൈസറിന്റെയും ഒക്കെ ഒരു ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഒരു മാനുഫാക്ചർ വരുന്ന കോസ്റ്റ് എന്താണെന്നും അത് ഡിസ്ട്രിബ്യൂട്ടർക്ക് എങ്ങനെ ലഭിക്കുന്നു, അല്ലെങ്കിൽ ഹോൾസെയിലർക്ക് എങ്ങനെ ലഭിക്കുന്നു, അത് റീറ്റെയിലേഴ്സിന് എങ്ങനെ കൊടുക്കുന്നു, അതിലൊക്കെ എത്രത്തോളം മാർജിൻ ഉണ്ടെന്നും പ്രോഫിറ്റ് ഉണ്ടെന്നുള്ളതും, അതിലെ കസ്റ്റമർ MRPയിൽ ആ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിന് ശരിയായിട്ടുള്ള കോസ്റ്റ് ഇത്രയാണ്. അതിലും ഒരു മെജോറിറ്റി, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ മാനുഫാക്ചറിങ് കോസ്റ്റ് 10 rupees ഉള്ള ഒരു പ്രോഡക്റ്റ് കസ്റ്റമറുടെ അടുത്ത് എത്തുമ്പോൾ 40 rupees ആവും. ഒരു 30 rupees അവിടെ ഇടത്തട്ടുകാർക്കാണ് പോകുന്നത്. FLP ബിസിനസിന്റെ പ്രത്യേകത എന്താണ്? FLP ബിസിനസ് ഡയറക്ട്ലി കൺസ്യൂമറിലേക്കാണ് പോകുന്നത്. ഇവിടെ FBO എന്ന് കാണിച്ചിട്ടുണ്ട്. ഫോർ FLP ബിസിനസ്, FLP നേരിട്ട് FBOസിന് കൊടുക്കുന്നു, FBOs കൺസ്യൂമർക്ക് കൊടുക്കുന്നു പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ FBO എന്ന് പറയുന്നത് കൺസ്യൂമർ തന്നെയാണ്. നമ്മളെല്ലാവരും കൺസ്യൂമേഴ്സ് ആണ്. പ്രോഫിറ്റ് മേക്കിംഗ് കൺസ്യൂമേഴ്സ്, പ്രൊസ്യൂമർ എന്ന് പറയാം. നമ്മൾ കൺസ്യൂമർ ആണ്, അതോടൊപ്പം തന്നെ പ്രോഫിറ്റും കൂടി ഉണ്ടാക്കുന്നു. അതെങ്ങനെയാണ്? ഓൾ മണി ഇൻ FBOs പോക്കറ്റിലേക്കാണ് ഈ ട്രഡീഷണൽ മേഖലയിൽ ബിസിനസ്സിൽ വരുന്ന ആ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഇടത്തട്ടുകാർക്കൊക്കെ ഉള്ള ആ പ്രോഫിറ്റ്. ഇതിൽ ആരാണോ FBOs അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന കൺസ്യൂമേഴ്സിന് അവർക്ക് ഇത് പ്രോഫിറ്റ് ആയിട്ട് റിട്ടേൺ ആയിട്ട് വരുന്നു. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം.
ഫോറവർ ബിസിനസ്സിലേക്ക് വരാനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നോ ജോയിനിങ് ഫീസ്. ഇതിൽ അബ്സൊല്യൂട്ട്ലി മെമ്പർഷിപ്പ് ഫ്രീ ആണ്. 18 വയസ്സ് തികഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏജ് പ്രൂഫോ അഡ്രസ് പ്രൂഫോ ഇമെയിൽ ID മൊബൈൽ നമ്പർ ഇത്രയുണ്ടെങ്കിൽ അത് ആ വ്യക്തിക്ക് ഫ്രീ മെമ്പർഷിപ്പ് ലഭിക്കും. വർഷം റിന്യൂവൽ ഫീ ഇല്ല. പല ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിലും വർഷം റിന്യൂവൽ ഫീ ഉണ്ട്. കോടികളാണ് ഓരോ വർഷവും ഇന്ത്യയിൽ നിന്ന് അവർ കളക്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇത് ഇപ്പൊ പുതിയതായിട്ടുള്ള റൂൾ അല്ല, അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു പോളിസി അല്ല. കമ്പനി 1978 42 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്തും നോ ജോയിനിങ് ഫീസ്, നോ റിന്യൂവൽ ഫീസ്, ഫ്രീ സെമിനാർസ്. കമ്പനിയുടെ പ്രോഗ്രാംസ് എല്ലാം അബ്സൊല്യൂട്ട്ലി ഫ്രീ ആണ്. ഫ്രീ ട്രെയിനിങ്സ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോ നോക്കുവാണെങ്കിൽ നല്ലൊരു സമയമാണിപ്പോ. ഈ പാൻഡമിക് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടാണ് ഫോറവറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. കാരണം എന്താന്ന് വെച്ചാൽ ലോകം മുഴുവനും നമുക്ക് സെമിനാർസ് അറ്റൻഡ് ചെയ്യാനായിട്ട്, ഏത് ലാംഗ്വേജിലും സെമിനാർസ് അറ്റൻഡ് ചെയ്യാനായിട്ട്, ഏത് സമയത്ത് നമുക്ക് 24 hours കമ്പനിയുടെ പ്രോഗ്രാംസ് ഡിഫറെന്റ് കൺട്രീസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അബ്സൊല്യൂട്ട്ലി ഫ്രീ ആണത്. സെമിനാർസ് മാത്രമല്ല, ട്രെയിനിങ് പ്രോഗ്രാംസ്. അത് കൂടാതെ നമ്മൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് ആണ് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകം. ഫോറവറിന്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പ്ലാൻ അനുസരിച്ചിട്ട് ഇതിലൊരു ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകം അല്ല. ഇതിൽ സീലിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എത്രയാണോ ഏൺ ചെയ്യാൻ താല്പര്യം, നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അതിലേക്ക് എത്താനായിട്ട് സാധിക്കും. അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകം ഉണ്ട്. ഗ്ലോബൽ ബിസിനസ് ആണ്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ലോകം മുഴുവൻ ബിസിനസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ചെറിയ കാര്യമല്ല. ഇപ്പൊ എന്റെ ഈ കുറഞ്ഞ വർഷത്തെ എക്സ്പീരിയൻസിൽ തന്നെ എനിക്ക് ഇന്ത്യ കൂടാതെ 10ലധികം രാജ്യങ്ങളിൽ എന്റെ നെറ്റ്വർക്ക് ഡെവലപ്പ് ആയിട്ടുണ്ട്. അവിടെ എല്ലാം കൺസ്യൂമേഴ്സ് ഉണ്ട്. അവരൊക്കെ പ്രൊഡക്റ്റ് എല്ലാ മാസവും വാങ്ങിക്കുന്നുണ്ട്. അതിന്റെ എല്ലാം ബോണസ് അക്കൗണ്ടിലേക്ക് വരും. ഓരോ മാസങ്ങളിലും കമ്പനിയുടെ മെയിൽ വരുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ആ രാജ്യത്ത് എന്റെ ബിസിനസ് സ്പ്രെഡായി, അവിടെ നിന്ന് എന്റെ ബോണസ് റീക്യാപ്പ് വന്നിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മെയിൽ വരുമ്പോഴാണ് ഞാൻ ആക്ച്വലി അറിയുന്നത് എന്റെ ബിസിനസ് എത്രത്തോളം ഡിഫറെന്റ് കൺട്രീസിലേക്ക് ഗ്രോ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാകുന്നു. ഇന്നും മെയിൽ വന്നിട്ടുണ്ട് ഓരോ പുതിയ കൺട്രിയിൽ എന്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നു. ഇതൊരു ചെറിയ കാര്യമല്ല. വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേണ്ട, ഒരു ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. 18 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ലോകം മുഴുവൻ ബിസിനസ് ചെയ്യാൻ സാധിക്കും. അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇരുന്നിട്ട് തന്നെ സാധിക്കും. അത് റിയലി നടക്കുന്നത് ഫോർവേഡിലാണ്. ഇനി അത് മാത്രമല്ല, ഈ ബിസിനസ് ഗെറ്റ്സ് ഇൻഹെറിറ്റഡ്. ഇത് നമ്മുടെ അടുത്ത ജനറേഷനിലേക്ക് കൈമാറാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾക്ക് കിട്ടുന്ന അതേ പൊസിഷൻ, അതേ ബെനിഫിറ്റ്സ്, അതേ പ്രോഫിറ്റ് എല്ലാം അതേപോലെ തന്നെ നമുക്ക് കൈമാറാനായിട്ട് സാധിക്കും. ജനറേഷൻ ടു ജനറേഷൻ കൈമാറാൻ പറ്റുന്ന ഒരു ഗ്രേറ്റ് ബിസിനസ് ആണ്. പിന്നെ ഫോർവേഡിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ബോണസ് പെയ്ഡ് ഓൺ BRP. ഇത് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു പോയിന്റ് ആണ്. നമുക്കറിയാം ഏതൊരു കമ്പനിയുടെയും മാർക്കറ്റിംഗ് പ്ലാൻ നോക്കുമ്പോൾ അതിന് MRP ഉണ്ടാവും, അതിനൊരു ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് ഉണ്ടാവും DP, കൂടാതെ ഒരു BV, PV, SV എന്നൊക്കെ പറഞ്ഞിട്ട് ചില വേർഡുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സാധാരണ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മാർക്കറ്റിംഗ് പ്ലാൻ, ഡിഫറെന്റ് കമ്പനികളുടെ മാർക്കറ്റിംഗ് പ്ലാൻ ഞാൻ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുമുണ്ട് ആ ബിസിനസ്സുകൾ നേരത്തെ. അപ്പൊ അതിലൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു 100 രൂപ DP പ്രൈസ് ആണെങ്കിൽ അതിന്റെ MRP 120 ആയിരിക്കും. അതിന്റെ BV അല്ലെങ്കിൽ ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഫിഗർ എന്ന് പറയുന്നത് ബിലോ 50%, അതായത് 50 rupees താഴെയായിരിക്കും. ഫോർവേഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് DPയുടെ ഹോൾസെയിൽ പ്രൈസിന്റെ 43% ഹൈക്കിലാണ്. അതായത് 100 രൂപയാണ് DP എങ്കിൽ 143 രൂപയുടെ പെർസെൻറ്റേജ് ആണ് കമ്പനി ബോണസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അതാണ് ബോണസ് റീക്യാപ്പ് പ്രൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പേ ഔട്ട് വളരെ കൂടുതലായിരിക്കും. ഞാൻ ഫോർവേഡിൽ വരുന്നതിന് തൊട്ട് മുമ്പ് ഞാനൊരു കമ്പനിയുടെ പേര് പറയുന്നില്ല, നമ്മളൊരു പ്രസന്റേഷനിൽ അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. ആ കമ്പനി ഇന്തോനേഷ്യയിൽ സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ഹെഡ്ക്വാർട്ടർ മലേഷ്യയിലാണ്. വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു കമ്പനിയാണ്. ഇന്ത്യയിൽ ആ കമ്പനി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അതിൽ ബിസിനസ് ചെയ്തിരുന്നു.
ആ സമയത്താണ് ആ കമ്പനി ഇന്ത്യയിൽ അവർ സ്റ്റോപ്പ് ചെയ്യാൻ. കാരണം അവർ വളരെ ബിസിനസ് താഴെ അല്ലെങ്കിൽ വളരെ കുറവായിരുന്നു. അവരുടെ പ്രോഡക്റ്റുകളൊക്കെ തെറ്റില്ല, അത്യാവശ്യം തെറ്റില്ലാത്ത പ്രോഡക്റ്റുകൾ തന്നെയാണ്. പക്ഷേ അവരുടെ മാർക്കറ്റിംഗ് പ്ലാൻ വളരെ വീക്കാണ്. അപ്പൊ ഞാൻ എന്തുകൊണ്ടത് ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കൊരു ഓപ്പർച്യൂണിറ്റി, നല്ല ഓപ്പർച്യൂണിറ്റി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അതിൽ വന്നത്. പ്രവർത്തിച്ചു കാര്യങ്ങൾ പഠിച്ചു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതിൽ വലിയ ഫ്യൂച്ചർ കാണുന്നില്ല. അതിന്റെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പൊക്കെ എനിക്ക് പോകാനായിട്ട് സാധിച്ചു. മലേഷ്യ, ഇന്തോനേഷ്യയിലൊക്കെ പോയിരുന്നു. ഇന്തോനേഷ്യയിൽ 25th ആനിവേഴ്സറി ആ കമ്പനിയുടെ, അതൊക്കെ ഞാനും എൻ്റെ വൈഫും ഒക്കെ പങ്കെടുത്തു. പക്ഷെ അതിന്റെ മാർക്കറ്റിംഗ് പ്ലാനിലാണ് എനിക്ക് അതിന്റെ ഒരു ഏറ്റവും കൂടുതൽ പ്രോബ്ലം കണ്ടത്. കാരണം പേ ഔട്ട് പെർസെൻറ്റേജ് വളരെ കുറവാണ്. സെയിം പേ ഔട്ട്, അതായത് എനിക്ക് ലാസ്റ്റ് മന്ത് ആ കമ്പനിയിൽ കിട്ടിയ ആ ഒരു 14,000 rupees ആയിരുന്നു ആക്ച്വലി എനിക്ക് ലാസ്റ്റ് മന്ത് കിട്ടിയത്. ഞാൻ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ ടീമും കൂടി ചെയ്ത ഒരു ടേൺ ഓവർ ഉണ്ട്. ഈ ടേൺ ഓവർ അതിന്റെ അതേ കറക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചറിൽ തന്നെ 4 hours ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. ഈ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഞാൻ 4 hours വരുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പൊ ഞാൻ എത്രത്തോളം മാർക്കറ്റിംഗ് പ്ലാനിൽ പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 14,000 രൂപ കിട്ടുന്ന ഒരു ബോണസ് കിട്ടിയ അതേ വോളിയം, അതിന് വേണ്ടിയിട്ട് ജനറേറ്റ് ചെയ്ത വോളിയം അതേ സ്ട്രക്ചറിൽ തന്നെ 4 hours ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. 60,000 മുകളിൽ. ഞാൻ അന്ന് തീരുമാനിച്ചു ആ പർട്ടിക്കുലർ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് ചെയ്യണ്ടെന്ന് തീരുമാനിച്ചു. കാരണം നമ്മൾ ഇടുന്ന എഫേർട്ടിന്, സെയിം എഫേർട്ടിന് നമുക്ക് വേറൊരു കമ്പനിയിൽ അല്ലെങ്കിൽ 4 hours ഇത്രയും ഇൻകം കിട്ടുമെങ്കിൽ 4 hours എന്തുകൊണ്ട് നമുക്ക് എഫേർട്ട് ഇട്ടുകൂടാ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയിൽ ഇടുന്ന അത്രയും എഫേർട്ട് 4 hours വേണ്ട. അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ മാർക്കറ്റിംഗ് പ്ലാൻ അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് 4 hours തരുന്നത്. ഇത് പലരും മനസ്സിലാക്കുന്നില്ല. മാർക്കറ്റിംഗ് പ്ലാൻ മാത്രമല്ല, അതിനെ അച്ചീവ് ചെയ്യാവുന്ന രീതിയിൽ, അതിനെ മുന്നോട്ട് കൊണ്ടുപോകാവുന്ന രീതിയിലുള്ള പ്രോഡക്റ്റും കൂടി വേണം. ഇതിന്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ആണ് സക്സസിലേക്ക് നമ്മൾ നയിക്കുന്നത്. അപ്പൊ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ലോകം മുഴുവൻ ബിസിനസ് ചെയ്യാനുള്ള ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ് 4 hours തരുന്നത്, FLP തരുന്നത്. നമുക്ക് ഡിസ്കൗണ്ട്സ് ലഭിക്കുന്നുണ്ട്, റീറ്റെയിൽ പ്രോഫിറ്റ്സ് കിട്ടുന്നുണ്ട്, പേഴ്സണൽ ബോണസ്, വോളിയം ബോണസ് അല്ലെങ്കിൽ ടീം ബോണസ് എന്ന് പറയും, ലീഡർഷിപ്പ് ബോണസ്, ജെം ബോണസ്, ഏൺഡ് ഇൻസെന്റീവ് പ്രോഗ്രാം, ചെയർമാൻ ബോണസ്, പേഴ്സണൽ ഡെവലപ്മെന്റ്. ഇൻകം മാത്രമല്ല, നമ്മളുടെ ലൈഫിൽ, നമ്മുടെ പേഴ്സണാലിറ്റിയിൽ എല്ലാം ചേഞ്ചസ് വരും, ഡെവലപ്മെന്റ്സ് വരും. കമ്പനിയുടെ ഇന്റർനാഷണൽ ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അതിലൂടെയൊക്കെ നമ്മൾക്ക് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് കൂടാതെ ഇന്റർനാഷണലി ഉള്ളത്, ഇതൊക്കെ നമ്മളുടെ പേഴ്സണൽ ഡെവലപ്മെന്റ്സിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതിന്റെ ഒരു ഉദാഹരണമാണ് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ. 10ലധികം ഇന്റർനാഷണൽ ട്രിപ്പ് ക്വാളിഫൈ ചെയ്യാനും 6 ഡൊമസ്റ്റിക് ട്രിപ്പ് ക്വാളിഫൈ ചെയ്യാനൊക്കെ സാധിച്ചു ഈ ഒരു പീരീഡിനുള്ളിൽ. അപ്പൊ നല്ലൊരു എക്സോട്ടിക് വെക്കേഷൻസിന് നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നു. മൈൻഡ് സെറ്റും എല്ലാം നമ്മുടെ വളരെ ചേഞ്ച് വരുത്തുന്ന രീതിയിലുള്ള അത്രയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് 4 hours ഓരോ ഇതിലും. അതായത് ഒരു ട്രിപ്പിൽ തന്നെ നമുക്ക് വളരെയധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പല കാര്യങ്ങളും നമുക്ക് എന്താ പറയുക, നമ്മളിൽ തന്നെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഫോർവേഡിൽ വരുന്ന ഒരു വ്യക്തി, എവരി വൺ ജോയിൻസ് ഫോർവേഡ് ആസ് എ കസ്റ്റമർ, നോട്ട് ആൻ ഓർഡിനറി കസ്റ്റമർ ബട്ട് ആസ് എ പ്രിഫേർഡ് കസ്റ്റമർ. കമ്പനി ഓരോ മെമ്പറെയും, ഒരു പുതിയ മെമ്പർ ആണെങ്കിൽ പോലും അത് വളരെ വാല്യൂ ആണ് കൊടുക്കുന്നത്. വളരെ അതാണ് പ്രിഫേർഡ് കസ്റ്റമർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ബിസിനസിന്റെ ഒരു ഫിലോസഫി എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. യൂസ് ദ പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് ഉപയോഗിക്കുക. എന്തിനാണ് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത്? പ്രോഡക്റ്റ് എല്ലാം തന്നെ വെൽനസ് പ്രോഡക്റ്റുകളാണ്. വെൽനസ് പ്രോഡക്റ്റിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഇന്ന് സാധാരണക്കാരെല്ലാവരും, അല്ലെങ്കിൽ സാധാരണക്കാരെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോ ഈ മേഖലയിൽ പ്രവർത്തിക്കാത്ത ആളുകൾ നോക്കുവാണെങ്കിൽ ഒരു വലിയൊരു ഭാഗം, അതായത് 99% കൂടുതൽ ആളുകൾ പ്രൊഡക്റ്റുകൾ, ഓരോ ഉൽപ്പന്നങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ആ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം വെൽനസ് അല്ല, ഇൽനസ് ആണ്. രോഗം ഉണ്ടാക്കാവുന്ന ഉൽപ്പന്നങ്ങളാണ്. അറിഞ്ഞും അറിയാതെയൊക്കെ ആയിട്ട് വളരെ ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സിന്തറ്റിക് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിലൂടെ അവര് രോഗത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.
ഇത് ലോകം മുഴുവൻ സംഭവിക്കുന്നതാണ്. ഇവിടെ ഫോറവറിന്റെ ഫിലോസഫി എന്താന്ന് വെച്ചാൽ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി 100% നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ, അത് വെൽനസ് പ്രോഡക്റ്റുകൾ, ഡെയിലി ഉപയോഗിക്കുന്ന പേസ്റ്റ് മുതൽ സോപ്പ് മുതൽ ഷാംപൂ, പെർഫ്യൂം തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകളും വെൽനസിന്റെ ഭാഗമായിട്ട് ഡിഷ് വാഷ് അങ്ങനെയുള്ള എല്ലാം ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം വിത്ത് ഡിസ്കൗണ്ട്സ്. പ്രോഡക്റ്റ് നമുക്ക് ഡിസ്കൗണ്ടോടുകൂടി ഉപയോഗിക്കാം. ഈ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇത് മറ്റുള്ളവരോട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുക. ഈ പ്രോഡക്റ്റ്, ഇതിന്റെ ക്വാളിറ്റി, ഇതിന്റെ റിസൾട്ട് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. എങ്ങനെ ഷെയർ ചെയ്യുന്നത്? നമ്മൾ സാധാരണ മറ്റു നല്ല കാര്യങ്ങൾ എവിടെ കണ്ടാലും അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് എവിടെ കിട്ടിയാലും അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യും. നല്ലൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ആ ഹോട്ടലിനെ പ്രൊമോട്ട് ചെയ്യും. നല്ലൊരു ഫിലിം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫിലിമിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യും. നല്ലൊരു ടെക്സ്റ്റൈലിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നല്ല ഡ്രസ്സ് അല്ലെങ്കിൽ നല്ല സെലക്ഷൻസ് അവിടെ ഉണ്ട്, അവിടെ അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. നല്ലൊരു അഡ്വക്കേറ്റ് ആയിട്ട് നമുക്ക് അറിയാമെങ്കിൽ അദ്ദേഹത്തിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യും. നല്ല ഡോക്ടർ ആണെങ്കിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യും. എന്താണ്? അങ്ങനെയാണ് ഓരോരുത്തരും എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. ഇതൊക്കെ ഒരു ഹ്യൂമൻ നേച്ചറാണ്. ഈ നേച്ചർ തന്നെ നമ്മൾ ഇതിലും ഫോറവറിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ അതിന്റെ ഒരു എക്സ്പീരിയൻസ്, അതിന്റെ ബെനിഫിറ്റ്സ് മറ്റുള്ളവരോട് ജസ്റ്റ് ഷെയർ ചെയ്യുക. ഷെയർ ദ ബെനിഫിറ്റ്സ്. ഇതിന് പ്രത്യേകിച്ച് നമ്മളൊരു മാർക്കറ്റിംഗ് സ്കില്ലിന്റെ ആവശ്യമില്ല, MBA പാസ്സാവേണ്ട ആവശ്യമില്ല, ഒന്നും വേണ്ട. നമ്മൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ആക്ടിവിറ്റി തന്നെ. അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഓപ്പർച്യൂണിറ്റി കൂടി ഷെയർ ചെയ്യുക. ഈ പ്രോഡക്റ്റ് മാത്രമല്ല, ഒരു എക്സ്ട്രാ ഇൻകം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരോടൊക്കെ റെക്കമെൻഡ് ചെയ്യാം. ഏതൊരാളോടും നമുക്ക് ഈ പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാം. കാരണം എല്ലാവർക്കും ഹെൽത്തും ബ്യൂട്ടിയൊക്കെ എല്ലാവർക്കും ആവശ്യമുള്ളതാണ്, എല്ലാവർക്കും താല്പര്യമുള്ളതാണ്. അതേപോലെ തന്നെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആവശ്യമുള്ള, എക്സ്ട്രാ ഇൻകം ആവശ്യമുള്ള, വലിയ സ്വപ്നങ്ങളുള്ള വ്യക്തികളെ നമുക്ക് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് പറ്റുന്ന ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു വലിയൊരു ബിസിനസ്, ലുക്രേറ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ്, എന്താ പറയാ, നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഒരു ഫ്ലോ ആയിരിക്കും, മണി ഫ്ലോ. ഞാൻ നോക്കുമ്പോഴേ കഴിഞ്ഞ 8 വർഷം 9 മാസമായിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും കമ്പനിയുടെ ബോണസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസം പോലും എനിക്ക് കിട്ടാതിരുന്നിട്ടില്ല. കാരണം വൈറ്റമിൻ എമ്മിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുള്ള വലിയൊരു ഡിസീസ് ആയിരുന്നു എനിക്ക്. ഈ ഡിസീസ് എനിക്ക് മാത്രമല്ല, എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ വൈറ്റമിൻ എമ്മിന്റെ ആ ഡെഫിഷ്യൻസി ആണ് ഫോറവറിലൂടെ എനിക്ക് മാറ്റാനായിട്ട് പറ്റിയത്. അങ്ങനെ ഞാൻ ബെറ്റർ ഹെൽത്തിലേക്ക് വന്നു. എന്താണ് വൈറ്റമിൻ എം? എല്ലാ മാസം 15-ാം തീയതി നമ്മുടെ അക്കൗണ്ടിലേക്ക് വൈറ്റമിൻ എം വരും, മണി. 15-ാം തീയതി അവധിയാണെങ്കിൽ 14-ാം തീയതി എത്തും. 15-ാം തീയതിക്ക് അപ്പുറം ഒരിക്കലും ബോണസ് പോയിട്ടില്ല ഈ 42 വർഷം. ഇത് കമ്പനിയുടെ പോളിസിയാണ്. ഈ മാസത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ സന്തോഷമാണ്. ഈ മാസം 13-ാം തീയതി ബോണസ് അക്കൗണ്ടിലേക്ക് വരും. കാരണം 15-ാം തീയതി സൺഡേ ആയതുകൊണ്ടും 14-ാം തീയതി സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ടും 13-ാം തീയതി ഈ കമ്മിങ് ഫ്രൈഡേ അക്കൗണ്ടിലേക്ക് വരും. എല്ലാവരും ഹാപ്പിയാണ്. കാരണം ഇതേപോലെ ഒരു കമ്പനിയിലൊക്കെ പ്രവർത്തിക്കാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യവും ദൈവാനുഗ്രഹമായിട്ട് കാണും. മാർക്കറ്റിംഗ് പ്ലാൻ സ്ട്രക്ചർ. നമുക്ക് ഓരോ ഉൽപ്പന്നങ്ങൾക്കും CC ഉണ്ട്, കേസ് ക്രെഡിറ്റ് എന്നാണ് അതിന് പറയുന്നത്. ഇത് ഓരോ പ്രമോഷൻസും അല്ലെങ്കിൽ റെക്കഗ്നേഷൻസ് ഒക്കെ ലഭിക്കുന്നതിനും ട്രിപ്പുകൾ ഇതൊക്കെ ക്വാളിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് CC. പ്രിഫേർഡ് കസ്റ്റമർ എന്ന് പറയുന്നത് അദ്ദേഹം ജസ്റ്റ് ഒരു CC വേണ്ട, ഫ്രീ മെമ്പർഷിപ്പ് ആണ്. അസിസ്റ്റന്റ് സൂപ്പർവൈസറിലേക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 2 CC, അപ്രോക്സിമേറ്റ്ലി 30,000 റുപ്പീസിന്റെ ഒരു ടേൺ ഓവർ ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ 2 മാസം കൊണ്ടോ അവർ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അവരുടെ പേഴ്സണൽ യൂസിനും റീറ്റെയിലിങ്ങിനൊക്കെ അവർക്ക് യൂസ് ചെയ്യാം. ഒരു ഓൺലൈൻ സ്റ്റോറിൽ ആണ് അവർക്ക് ലഭിക്കുന്നത്. അവർക്ക് 2 CCയുടെ 30,000 രൂപയുടെ ടേൺ ഓവർ എത്തിക്കഴിഞ്ഞാൽ അസിസ്റ്റന്റ് സൂപ്പർവൈസറായി. പിന്നെ അവിടെ മുതൽ അവർക്ക് സ്പോൺസർ ചെയ്യാം. ഇന്ത്യക്ക് പുറത്തൊക്കെ അവർക്ക് കോണ്ടാക്ട്സ് ഉണ്ട്. ഉള്ളവർക്ക് എല്ലാവരും എവിടെയൊക്കെ കോണ്ടാക്ട്സ് ഉണ്ടോ അവിടെയൊക്കെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള, ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള, അതേപോലെ തന്നെ എക്സ്ട്രാ ഇൻകം താല്പര്യമുള്ള ആളുകളെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ അവർക്കും അവരുടെ കോണ്ടാക്ട് സർക്കിളിലുള്ള ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ഒരു നെറ്റ്വർക്ക്
ഡെവലപ്പ് ചെയ്യും. ഈ നെറ്റ്വർക്കിലുള്ള ആളുകളെല്ലാം തന്നെ അവരുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുകയും റീറ്റെയിൽ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ CC കൂടും. അങ്ങനെ 25 CCയുടെ ബിസിനസ് 2 കൺസിക്യൂട്ടീവ് മന്ത്സ് കൊണ്ട് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ എനി 2 കൺസിക്യൂട്ടീവ് മന്ത്സ് നിങ്ങൾ സൂപ്പർവൈസർ ലെവലിലേക്ക് എത്തും. നെക്സ്റ്റ് 75% അസിസ്റ്റന്റ് മാനേജർ, ദെൻ 120 CC എത്തിക്കഴിയുമ്പോഴേക്കും മാനേജർ എന്നുള്ള ലെവലിലേക്ക് എത്തും. ഇവിടെ എന്താണ് അഡ്വാൻറ്റേജ്? പ്രിഫേർഡ് കസ്റ്റമർക്ക് 15% ഡിസ്കൗണ്ടിലാണ് പ്രോഡക്റ്റ് ലഭിക്കുന്നതെങ്കിൽ അസിസ്റ്റന്റ് സൂപ്പർവൈസർ മുതൽ മുകളിലേക്കുള്ള എല്ലാവർക്കും 30% ഡിസ്കൗണ്ടിൽ പ്രോഡക്റ്റ് ലഭിക്കും. കൂടാതെ അസിസ്റ്റന്റ് സൂപ്പർവൈസർ ലെവലിൽ മുതലും ഏതൊരു വ്യക്തിയെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ആ പ്രിഫേർഡ് കസ്റ്റമർ, അതായത് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ വ്യക്തികൾ എല്ലാം പ്രിഫേർഡ് കസ്റ്റമർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പ്രിഫേർഡ് കസ്റ്റമേഴ്സിന്റെ ടേൺ ഓവർ എത്രയാണോ അതിന് 15% ലഭിക്കും. എങ്ങനെ? ഓരോ അസിസ്റ്റന്റ് സൂപ്പർവൈസറും അസിസ്റ്റന്റ് മാനേജറും ഒക്കെ നേരിട്ട് സ്പോൺസർ ചെയ്തിട്ടുള്ള പ്രിഫേർഡ് കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ടേൺ ഓവർ ജനറേറ്റ് ചെയ്യുന്ന ടേൺ ഓവറിന്റെ 15% പ്രിഫേർഡ് കസ്റ്റമർ പ്രോഫിറ്റ് എന്ന് ലഭിക്കും. കൂടാതെ ഓരോ റാങ്കിലും ഉള്ള ആളുകളെ അസിസ്റ്റന്റ് സൂപ്പർവൈസർക്ക് 5% പേഴ്സണൽ ബോണസ് ലഭിക്കും, സൂപ്പർവൈസർക്ക് 8% ലഭിക്കും, അസിസ്റ്റന്റ് മാനേജർക്ക് 13% ലഭിക്കും, മാനേജർക്ക് 18%. ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് നിങ്ങൾ വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് 30% ഡിസ്കൗണ്ട് കൂടാതെ കിട്ടുന്നതാണ്. അതുകൂടാതെ നിങ്ങൾ ഡയറക്ട്ലി സ്പോൺസർ ചെയ്തിട്ടുള്ള പ്രിഫേർഡ് കസ്റ്റമേഴ്സിന്റെ ടേൺ ഓവറിൽ നിന്ന് നിങ്ങൾക്ക് 15% പ്രിഫേർഡ് കസ്റ്റമർ പ്രോഫിറ്റ് കിട്ടിയത് കൂടാതെ നിങ്ങളുടെ പൊസിഷൻ അനുസരിച്ച് എക്സ്ട്രാ 5 to 18% പേഴ്സണൽ ബോണസ് അവിടെ ലഭിക്കും. അതായത് നിങ്ങളുടെ പേഴ്സണൽ പർച്ചേസിലും നിങ്ങളുടെ പ്രിഫേർഡ് കസ്റ്റമർ ടേൺ ഓവറിലും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നതാണ് ഈ 5 to 18%. നിങ്ങളുടെ നെറ്റ്വർക്ക് ഗ്രോ ചെയ്യുന്നതനുസരിച്ചിട്ട് നിങ്ങളുടെ ടേൺ ഓവർ കൂടും. തീർച്ചയായിട്ടും ടേൺ ഓവർ കൂടുമ്പോൾ അവിടെ വലിയ ടീം ഡെവലപ്പ് ചെയ്യുക, അവിടെ ടേൺ ഓവർ കൂടുകയും ചെയ്യും. സൂപ്പർവൈസർ ലെവൽ മുതലാണ് റിയലി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള അല്ലെങ്കിൽ നെറ്റ്വർക്കിന്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞ റീറ്റെയിൽ പ്രോഫിറ്റ്, പേഴ്സണൽ ബോണസ്, പ്രിഫേർഡ് കസ്റ്റമർ പ്രോഫിറ്റ്, പ്രിഫേർഡ് കസ്റ്റമർ ബോണസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഡയറക്ട്ലി ഉള്ള എഫർട്ടിൽ ലഭിക്കുന്നതാണ്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എഫർട്ടിൽ നമുക്ക് കിട്ടുന്നതാണ് സൂപ്പർവൈസർ മുതൽ കിട്ടുന്ന ടീം ബോണസ് അല്ലെങ്കിൽ വോളിയം ബോണസ് എന്ന് പറയുന്നത്. അത് സൂപ്പർവൈസറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ എൻറ്റയർ ഓർഗനൈസേഷനിൽ എവിടെയൊക്കെയോ ബിസിനസ് നടക്കുന്നുണ്ട്, ഏതൊക്കെ രാജ്യങ്ങളിൽ ബിസിനസ് നടക്കുന്നുണ്ട്, അവിടെ എല്ലാം 3% നിങ്ങൾക്ക് ടീം ബോണസ് ആയിട്ട് ലഭിക്കും. ഒരു അസിസ്റ്റന്റ് മാനേജർ ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോൾ സൂപ്പർവൈസർ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് നിങ്ങൾക്ക് ഒന്നോ എത്ര വേണമെങ്കിലും ഉണ്ടാവാം, എത്ര വേണമെങ്കിലും നമുക്ക് സ്പോൺസർ ചെയ്യാം. അവിടെ നിന്നെല്ലാം അവിടെ നടക്കുന്ന വോളിയം എത്രയാണോ, ടേൺ ഓവർ എത്രയാണോ അതിന്റെ 5% നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. ഒരു അസിസ്റ്റന്റ് സൂപ്പർവൈസർ ഓർഗനൈസേഷൻ നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ എത്രയുണ്ടോ അവിടെ എല്ലാം നടക്കുന്ന ടോട്ടൽ ടേൺ ഓവറിന്റെ 8% നിങ്ങൾക്ക് ടീം ബോണസ് ആയിട്ട് അല്ലെങ്കിൽ വോളിയം ബോണസ് ആയിട്ട് ലഭിക്കും. ഒരു മാനേജർ ലെവലിൽ എത്തിക്കഴിയുമ്പോൾ അസിസ്റ്റന്റ് മാനേജർ ഓർഗനൈസേഷനിൽ നിന്ന് 5%, സൂപ്പർവൈസേഴ്സിന്റെ ഓർഗനൈസേഷനിൽ നിന്ന് 10%, അസിസ്റ്റന്റ് സൂപ്പർവൈസേഴ്സിന്റെ ഓർഗനൈസേഷൻസ് ഇതെല്ലാം ഡയറക്ട്ലി നമ്മൾ പല ടീമുകൾ ഉണ്ടാവും, അവിടെ നിന്നെല്ലാം 13%, 5, 10, 13% ഹ്യൂജ് ഇൻകം ആണ്. ഞാൻ മാനേജർ ലെവലിലൊക്കെ എൻ്റെ മന്ത്ലി ബോണസ് കിട്ടുന്നതിൽ ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യാറുണ്ട് ബോണസ് സ്റ്റേറ്റ്മെന്റ്. പല രീതിയിലുള്ള ഇൻകം ഉണ്ട് അതിൽ. ബോണസ് സ്റ്റേറ്റ്മെന്റിൽ പേഴ്സണൽ ബോണസ് ഉണ്ടാവും, പ്രിഫേർഡ് കസ്റ്റമർ പ്രോഫിറ്റ് ഉണ്ടാവും, പ്രിഫേർഡ് കസ്റ്റമർ ബോണസ് ഉണ്ടാവും, ടീം ബോണസ് ഉണ്ടാവും. ടീം ബോണസ് മാത്രം 6 ഫിഗർ ഇൻകം എനിക്ക് മാനേജർ ലെവലിൽ ലഭിച്ചിട്ടുണ്ട്. ഒരു മാനേജർ ലെവലിൽ എത്തുന്ന ഒരാളെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു സിനാരിയോ നോക്കുകയാണെങ്കിൽ വലിയ മാർക്കറ്റ് പൊട്ടൻഷ്യൽ ആണ്. ഒരു മാനേജർക്ക് ഒരു 2 lakhs ഒക്കെ ഈസി ആയിട്ട് കൂളായിട്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. 2 lakhs മാത്രമല്ല, ഇപ്പൊ എന്റെ ഓർഗനൈസേഷനിൽ തന്നെ 1 lakhും 2 lakhിന് മുകളിലൊക്കെ മന്ത്ലി ഏൺ ചെയ്യുന്നവരുണ്ട്. ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ മാനേജേഴ്സ് ഒക്കെ 5 lakhsന് മുകളിൽ ഏൺ ചെയ്യുന്ന മാനേജേഴ്സ് നമ്മളുടെ ഇന്ത്യയിൽ തന്നെയുണ്ട്. ഫോർവേഡിന്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് മാനേജർ മുതലാണ്. അതുവരെ ഒരു പ്രൊബേഷണറി പീരീഡ് മാത്രം കണക്കൂട്ടിയാൽ മതി. പക്ഷെ എന്നാലും
ഇപ്പൊ ഞാൻ ആദ്യം എൻ്റെ 2012 ഫെബ്രുവരിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് മന്ത് അസിസ്റ്റന്റ് സൂപ്പർവൈസർ 2CC ക്വാളിഫൈ ചെയ്തു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് മാർച്ചിലാണ്. മാർച്ചിൽ ഞാൻ സൂപ്പർവൈസറായി, ഏപ്രിലിൽ അസിസ്റ്റന്റ് മാനേജറായി, സെപ്റ്റംബറിൽ മാനേജർ ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിച്ചു. ഇന്ന് അതിലും ഫാസ്റ്റ് ആയിട്ടാണ് ഒരു മാനേജർ ലെവലിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നത്. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സ്ലൈഡിൽ കാണിക്കുന്നത്. വളരെയധികം ബെനിഫിറ്റ്സുകൾ ഇനിയും ഉണ്ട്. അതെല്ലാം നമുക്ക് മറ്റുള്ള ട്രെയിനിങ് പ്രോഗ്രാമിൽ കൂടുതൽ മാനേജർ ആൻഡ് ബിയോണ്ട് ട്രെയിനിങ്സ് ഉണ്ട്, അതിൽ കവർ ചെയ്യുന്നതാണ്. എങ്കിലും പരമാവധി ഇന്ന് ഇപ്പോഴത്തെ ടൈം അനുസരിച്ചിട്ട് നമുക്കിത് കവർ ചെയ്യാം. എത്രത്തോളം നമുക്ക് ഒരു 1 hour പീരീഡ് ആണ് എനിക്ക് അനുവദിച്ച് തന്നിട്ടുള്ളത്. അലോവേര ജെല്ലിന്റെ ഒരു മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് അലോവേര ജെല്ലിനെ ബേസ് ചെയ്തിട്ട് ഒരു പേ ഔട്ട് അല്ലെങ്കിൽ ബോണസ് നമുക്ക് കിട്ടുന്നത് എന്നുള്ള ഒരു ചെറിയൊരു എക്സാമ്പിൾ ആണിത്. പോസിബിൾ എൻട്രി ലെവൽ ഇൻകം, മോസ്റ്റ് ഫാമിലീസ് കൺസ്യൂം 4 ജെൽസ് പെർ മന്ത്. സാധാരണ രീതിയിൽ ഒരു നമ്മുടെ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് പ്രോഡക്റ്റ് ആയിട്ടുള്ള അലോവേര ജെല്ല് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ആയിട്ട് ഒരു 4 ബോട്ടിൽ വാങ്ങിച്ച് കൺസ്യൂം ചെയ്യുന്ന ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഫാമിലി, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ആയിട്ടുള്ള സർക്കിളിലൊക്കെ നമ്മളൊരു 20 കസ്റ്റമേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക. ആക്ച്വലി ഇവിടെ കൺവിൻസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾക്ക് കിട്ടിയ ബെനിഫിറ്റ്സും അതിന്റെ പ്രോഡക്റ്റിന്റെ ബെനിഫിറ്റ്സും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്താൽ തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു 20 ഫാമിലി അലോവേര ജെൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നാച്ചുറലി 80 അലോവേര ജെല്ലിന്റെ ഒരു റീറ്റെയിലിംഗ് ബിസിനസ് നമുക്ക് നടക്കും. പിന്നെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള യൂസേജ്. ഇതൊരു കാൽക്കുലേഷൻ, നമുക്ക് ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിൾ മാത്രമാണത്. ഇത് ഓരോ ലെവലുകളിൽ നമുക്ക് കിട്ടുന്ന പേഴ്സണൽ ബോണസും റീറ്റെയിൽ പ്രോഫിറ്റിന്റെ ഒരു കണക്കാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒരിക്കലും പ്രോഡക്റ്റ് പ്രിഫേർഡ് കസ്റ്റമർ പ്രൈസ് അല്ലെങ്കിൽ ന്യൂ കസ്റ്റമർ പ്രൈസ്, നോവസ് കസ്റ്റമർ പ്രൈസ് താഴെയായിട്ട് കൊടുക്കാൻ പാടില്ല. പിന്നെ അതുപോലെ നമ്മൾ ഡൗൺലൈൻസിനും പ്രോഡക്റ്റ് അവർ ഡയറക്ട്ലി കമ്പനിയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് നമ്മൾ എപ്പോഴും അവരെ പഠിപ്പിക്കുക, അതിൽ പരിശീലിപ്പിക്കുക. നമ്മുടെ ക്രോസ് ലൈൻസ്, വേറെ ലൈനിലുള്ളവർക്കൊക്കെ പ്രൊഡക്റ്റ് കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കണം. അത് നല്ലതല്ല ഒരിക്കലും. അതുപോലെ തന്നെ ഹൈ സ്ട്രീറ്റ് ഷോപ്പുകളിൽ പ്രൊഡക്റ്റ് വിൽക്കാൻ പാടില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസിന്റെ മോഡൽ എന്ന് പറയുന്നത് ഷോപ്സുകളെല്ലാം എലിമിനേറ്റ് ചെയ്തിട്ട് നേരിട്ട് കൺസ്യൂമർക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. നമ്മുടെ പ്രൊഡക്റ്റിന്റെ എല്ലാം ബോട്ടിൽ എല്ലാത്തിലും എഴുതിയിട്ടുണ്ട്, ഇത് വളരെ ക്ലിയർ ആയിട്ട്, ഫോർ ഇൻഡിവിജ്വൽ സെയിൽസ് ഓൺലി, ക്യാൻ ബി സോൾഡ് ഓൺലി ബൈ എ ഫോർ അവർ ബിസിനസ് ഓണർ. ഇവിടെ അത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിനെ വയലേറ്റ് ചെയ്യാൻ പാടില്ല, ബ്രേക്ക് ചെയ്യാൻ പാടില്ല റൂൾസ്. അതേപോലെ തന്നെ ഓൺലൈൻ സ്റ്റോഴ്സ് വഴി നമ്മൾ സെയിൽ ചെയ്യാൻ പാടില്ല. മറ്റു ആമസോൺ, eBay, ഫ്ലിപ്കാർട്ട് ഇങ്ങനെയുള്ളതിൽ അതൊക്കെ അനുവദനീയമല്ല. അങ്ങനെ നടക്കുന്നത് ഇല്ലീഗലാണ്. അങ്ങനെ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ FBO ID ക്യാൻസൽ ചെയ്യാനായിട്ടും ടെർമിനേറ്റ് ചെയ്യാൻ വരെയും കമ്പനിക്ക് അധികാരമുണ്ട്. കമ്പനി അത് ചെയ്യും. കാരണം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ എപ്പോഴും പാലിക്കണം. ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു FBOയ്ക്ക് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് അങ്ങനെ ആയിരിക്കണം. ഇതൊരു വളരെ എത്തിക്സും വാല്യൂസും കീപ്പ് ചെയ്യുന്ന ഒരു വലിയൊരു ബിസിനസ് ആണ്. അവിടെ നമ്മളും അതിന്റെ പാർട്ടാണ്. നമ്മളത് തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യണം. കമ്പനിയുടെ FLP 360 സൈറ്റ് ഉണ്ട് ഓൺലൈൻ, അതുവഴി നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. അല്ലാതെ ഔട്ട്സൈഡ് ഉള്ള ഓൺലൈൻ സ്റ്റോഴ്സിലൊന്നും ഇത് പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. ഓളിയം ബോണസ് അല്ലെങ്കിൽ ടീം ബോണസ് എങ്ങനെയാണ് ലഭിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ്? ഇത് നമ്മളുടെ ടീമിലുള്ള ഓരോ ആളുകളും പർച്ചേസ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ അതിന്റെ ഒരു ടീം ബോണസ് ആണ് സൂപ്പർവൈസർ മുതൽ ലഭിക്കുന്നത്. അതിൽ നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം. ആക്റ്റീവ് മീൻസ് എന്ന് പറഞ്ഞെങ്കിൽ 1+3 4 CC ആക്റ്റീവ് ആകുമ്പോഴാണ് നമ്മൾക്ക് ടീം ബോണസ് എലിജിബിൾ ആവുന്നത്.
നിങ്ങളുടെ പേഴ്സണൽ ബോണസിനും പ്രിഫേർഡ് കസ്റ്റമർ പ്രോഫിറ്റിനും റീറ്റെയിൽ പ്രോഫിറ്റിനും അതേപോലെ തന്നെ പ്രിഫേർഡ് കസ്റ്റമർ ബോണസിനും യാതൊരു ക്വാളിഫിക്കേഷൻസും ഇല്ല. As your group grows, your income will also grow. You must also do your part. You must be active. നമ്മളൊരു എക്സാമ്പിൾ ആയിരിക്കും, നമ്മൾ ആക്റ്റീവ് ആയിരിക്കുക. എല്ലാ മാസവും നമ്മളുടെ പേഴ്സണൽ യൂസ്, പേഴ്സണൽ റീറ്റെയിലിംഗ്, പേഴ്സണൽ സ്പോൺസറിങ്, ഇതൊക്കെ നമ്മൾ എല്ലാ മാസവും നമ്മൾ ഡെയിലി ബേസിസ് എന്നുള്ള രീതിയിൽ തന്നെ അതിൽ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യണം. ഞാൻ അതിൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഇതുവരെയും വിതൗട്ട് ബ്രേക്ക് ഞാൻ എല്ലാ മാസവും ആക്റ്റീവ് ഒരു FPO ആണെന്നുള്ളൊരു കാര്യത്തിൽ ഞാൻ എപ്പോഴും അത് മേക്ക് ഷുവർ ചെയ്യാറുണ്ട്. അത് മിക്കവാറും ഫസ്റ്റ് വീക്കിൽ തന്നെ ഞാൻ എൻ്റെ ആക്റ്റീവ് CC ഞാൻ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുന്നത് നാച്ചുറലി നടക്കുന്നതാണ്. നമ്മൾ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന കാര്യത്തിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മളുടെ വോളിയം കൂടും. നമ്മുടെ വീട്ടിലുള്ള 0 CC പ്രോഡക്ട്സ് ഒഴിവാക്കുക, and CC പ്രോഡക്റ്റിലേക്ക്, CC പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഫോർവേഡിന്റെ പ്രോഡക്ട്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആക്റ്റീവ് CC ഇൻക്രീസ് ചെയ്യും. കൂടാതെ നമ്മൾ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവല് തീർച്ചയായിട്ടും വളരെ ഹയർ ലെവലിലേക്ക് വരികയും അത് മറ്റുള്ളവരിലേക്ക് റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും. അവർ തന്നെ നമ്മളോട് ചോദിക്കും ഇതെന്തൊക്കെയാണ് സംഭവം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന്. നമ്മൾ പറയാതെ തന്നെ ആളുകൾ ചോദിക്കുന്ന ലെവലിലേക്ക് ഉയരാനായിട്ട് നമുക്ക് സാധിക്കും. അതിൽ നമ്മളൊരു ബെസ്റ്റ് കൺസ്യൂമർ ആവുമ്പോഴാണ് അത് സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ധാരാളം കസ്റ്റമേഴ്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ടും അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു റീറ്റെയിൽ ബിസിനസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടിന്യൂ ഡെയിലി അത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ വളരെ അധികം ആളുകളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അവരുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മുടെ ആക്റ്റീവ് CC കൂടിക്കൊണ്ടിരിക്കും. നമ്മളെപ്പോഴും ആക്റ്റീവ് CC എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും. കമ്പനി പറയുന്നത് ജസ്റ്റ് 4 CC മാത്രമാണ്. നിങ്ങൾക്ക് അത് 40 CC ആക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നിങ്ങൾ വലിയ രീതിയിൽ ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ എന്റെ കഴിഞ്ഞ മാസത്തെ ആക്റ്റീവ് CC 24 CCയിൽ കൂടുതലാണ്. ഇത് എന്തുകൊണ്ടാണ് സാധിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള രീതിയിലാണ് എന്റെ ഫോക്കസ് പ്രവർത്തനങ്ങൾ, ഡെയിലി ആക്ടിവിറ്റീസ്, എന്റെ ആക്റ്റീവ് CC എത്രത്തോളം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇത് തന്നെയാണ് നിങ്ങൾ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാന റോൾ. കാരണം നിങ്ങൾ ഒരു ലീഡ് ബൈ എക്സാമ്പിൾ ആയിട്ട് മാറുമ്പോഴാണ് നിങ്ങളുടെ ടീമിലുള്ളവർക്കും നിങ്ങളെ കണ്ടു പഠിക്കാനും അത് ഫോളോ ചെയ്യാനും അവർക്കും സക്സസ്ഫുൾ ആവാനായിട്ട് സാധിക്കുന്നത്. ലേൺ, ഡു, ടീച്ച്. നിങ്ങൾ ആദ്യം ആക്റ്റീവ് CC എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി പഠിക്കുക, അതിൽ സ്പെഷ്യലൈസ് ചെയ്യുക, ലേൺ, ഡു ചെയ്യുക. ദെൻ നിങ്ങൾ ടീമിനുള്ളവർ ഓരോരുത്തരെയും അത് പഠിപ്പിക്കുക. ഫോർഎവറിൽ അതിൽ അപ്പുറത്തേക്ക് ഒരു വേറെ ഒന്നുമില്ല. ആക്റ്റീവ് CC എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ചെയ്യുന്നു, എക്സ്പെർട്ട് ആവുന്നു, സ്പെഷ്യലൈസ് ചെയ്യുന്നു. ദെൻ നമ്മൾ അവരെ, നമ്മുടെ ടീം മെമ്പേഴ്സിനെ നമ്മൾ കോച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ ടീച്ച് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ പേഴ്സണൽ CC 1 CC എന്ന് പറയുന്നത് എല്ലാ 5th ചെയ്യാനായിട്ട് നമ്മൾ നോക്കുക. ഞാനിപ്പോഴും ഈ പ്രസന്റേഷനിൽ ഇരിക്കുമ്പോൾ എൻ്റെ CC 1 CC ഒക്കെ ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. ആക്റ്റീവ് CC തന്നെ 3 CC കംപ്ലീറ്റഡ് ആണ്. ഇനിയും ബാക്കിയുള്ളതൊക്കെ ഇന്ന് തന്നെ ബില്ലിംഗ് ഉണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാല് ഇന്ന് ഓഫർ ഉണ്ട്. RG+ന് 2 RTC ആണ് ഇന്ന് ഓഫർ. മാക്സിമം എല്ലാവരും അത് യൂട്ടിലൈസ് ചെയ്യുക. ഇതേപോലെയുള്ള ഒരു ഓഫറൊക്കെ കിട്ടാന്ന് പറയുന്നത് വളരെ റെയറാണ്. ഇപ്പൊ കമ്പനി കുറച്ച് മാസങ്ങളായിട്ട് ഓഫർ വരുന്നുണ്ട്. അത് കമ്പനിയുടെ ഒരു വളരെ എന്താ പറയുക ഒരു ഗിവിങ് ആറ്റിറ്റ്യൂഡാണ്. ഇത് നമ്മൾ ശരിക്കും യൂട്ടിലൈസ് ചെയ്യുക നല്ല രീതിയിൽ. RG+ എന്നൊക്കെ പറയുന്നത് എക്സലന്റ് പ്രോഡക്റ്റ് ആണ്. അതിന്റെ കൂടെ കിട്ടുന്നതോ അതും ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള എക്സലന്റ് പ്രോഡക്ട്സ് ആണ്. RTC എന്ന് പറയുന്നത് ടോപ്പ് സെല്ലിംഗ് പ്രോഡക്റ്റുകളാണ്. സാധാരണ മറ്റു കമ്പനികളിലെ ഓഫർ വരുന്നത് ഏറ്റവും സെയിൽ ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾക്കാണ്. ഇവിടെ അങ്ങനെയല്ല, ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിങ് പ്രോഡക്റ്റിനാണ് ഓഫർ വരുന്നത്. അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, ലീഡർഷിപ്പ് ബോണസ്. ലീഡർഷിപ്പ് ബോണസിന്റെ സമയം ആക്ച്വലി കുറവാണ്. നമുക്ക് പറഞ്ഞു വരുമ്പോഴേക്കും കുറച്ചധികം സമയം വേണ്ടി വരും. വേറെ ഒന്നുമില്ല. ലീഡർഷിപ്പ് ബോണസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. നിങ്ങൾ മാനേജർ ആകുന്നു, നിങ്ങളുടെ ടീമിൽ മാനേജേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അവരുടെ ഓർഗനൈസേഷനിൽ നിന്ന്, അതായത് നിങ്ങൾ 48%,
നിങ്ങളുടെ മാനേജറും 48%, നിങ്ങൾ തമ്മിൽ ഡിഫറൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും അവിടെ ലീഡർഷിപ്പ് ബോണസ് അല്ലെങ്കിൽ റോയൽറ്റി ഇൻകം നിങ്ങൾക്ക് ലഭിക്കും 6%. ഇത് നമ്പർ ഓഫ് മാനേജേഴ്സ് കൂടുന്നതനുസരിച്ച് 6 എന്നുള്ളത് 7, 8, 9 വരെ ആയിട്ട് വർദ്ധിക്കും. അതിന് ജെം ബോണസ് എന്ന് പറയും. അത് കൂടുതൽ അടുത്ത ട്രെയിനിങ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനെപ്പറ്റിയുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടാവും. നിങ്ങൾ ഇഫ് യു ഡെവലപ്പ് 25 മാനേജേഴ്സ് യു ബിക്കം എ ഡയമണ്ട് മാനേജർ. യുവർ ക്വാളിഫിക്കേഷൻ ഈസ് 0 CC. ഒരു ഡയമണ്ട് മാനേജർ ലെവലിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻസ് ഒന്നുമില്ല. പക്ഷെ ഡയമണ്ട് മാനേജർ ആവുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല എങ്കിൽ തന്നെ നിങ്ങളുടെ ബിസിനസ് വളരെയധികം നാച്ചുറലി നടക്കും. നിങ്ങളുടെ പേഴ്സണൽ യൂസ് വളരെയധികം കൂടും. നിങ്ങളുടെ റീറ്റെയിലിംഗ് ബിസിനസ് ഒക്കെ നിങ്ങളുടെ അടുത്ത് നിന്ന് തന്നെ ആളുകൾ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ ആ സമയത്ത് ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് ഫ്രീ ബേർഡ് ഒന്നും, അതായത് നമ്മളൊരു അബ്സൊല്യൂട്ട്ലി നമ്മൾ ഫ്രീ ആയി. ഓക്കെ, ഇത് ജെം ബോണസ് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ലീഡർഷിപ്പ് ബോണസിന്റെ തന്നെ പാർട്ടാണ് ജെം ബോണസ്. 1 മുതൽ 8 മാനേജേഴ്സ് വരുമ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ നിന്ന് 6% ലഭിക്കുന്നു, സെക്കൻഡ് ജനറേഷൻ 3%, തേർഡ് ജനറേഷൻ 2%. നെക്സ്റ്റ് 9 to 16 മാനേജേഴ്സ് വരുമ്പോൾ അത് ഫസ്റ്റ് ജനറേഷൻ 7, then 17 to 24 8%, 25 മുതൽ കൂടുതൽ എത്ര ഉണ്ടെങ്കിലും ഫസ്റ്റ് ജനറേഷനിൽ 9%, സെക്കൻഡ് ജനറേഷനിൽ 6%, തേർഡ് ജനറേഷനിൽ 5% ജെം ബോണസ് ലീഡർഷിപ്പ് ബോണസും കൂടി റോയൽറ്റി ഇൻകം നമുക്ക് ലഭിക്കും. ഓക്കെ, ഇനി അടുത്ത കാർ പ്ലാൻ. ഇത് വളരെ എനിക്കിത് ഞാൻ വളരെ എന്താ പറയുക എക്സൈറ്റിംഗ് ആണ് ഈ കാർ പ്ലാന്റെ കാര്യത്തിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് എനിക്ക് ഇത്രയും കൂടുതൽ ഒരു ഇതിനെ പറ്റി പറയാൻ, ഓരോ ഇൻകത്തെ പറ്റി പറയാനുണ്ട്. ഇതിൽ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഉണ്ട്. ലെവൽ 1 എന്ന് പറഞ്ഞാൽ 50, 100, 150 CC ഓരോ മാസം കൺസിക്യൂട്ടീവ് 3 months. അപ്പൊ ജനുവരിയിൽ ഒരു 50 CC ആണെങ്കിൽ ഫെബ്രുവരിയിൽ 100 CC, മാർച്ചിൽ 150 CC. 50, 100, 150 അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കാറ് വാങ്ങിക്കാനായിട്ടൊക്കെ പറ്റുന്ന ലെവലിലുള്ള ഒരു എക്സ്ട്രാ ഇൻകം നിങ്ങൾക്ക് ലഭിക്കും. 26,000 രൂപ കിട്ടും. മറ്റു ബോണസ് ഒന്നും ടച്ച് ചെയ്യാതെ നിങ്ങൾക്ക് ഒരു കാറ് വാങ്ങിക്കാൻ സാധിക്കും. അത് ലെവൽ 2 ആണെങ്കിൽ 39,000 ആയി, ലെവൽ 3 ആണെങ്കിൽ 52,000. ഇത് ഒരു പ്രാവശ്യത്തേക്ക് തരുന്നതല്ല, ഇത് 36 മാസത്തേക്കാണ് വൺസ് ക്വാളിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. മന്ത്ലി എക്സ്ട്രാ നമുക്ക് ലഭിക്കും. അപ്പൊ ലെവൽ 1 ഞാൻ 2 പ്രാവശ്യം ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 6 വർഷമായിട്ട് ഇത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇത് കമ്പനി തരുന്നൊരു പ്ലാനാണ്. ഇതിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വേറൊരു കാര്യമാണ്. ഈ പ്ലാന്റെ വേറൊരു പ്രത്യേകത അത് താഴെ എഴുതിയിട്ടുണ്ട്. നമ്മൾ വൺസ് ക്വാളിഫൈ ചെയ്തു, ഇനി ഏതെങ്കിലും കാരണവശാല് നമുക്ക് CC കുറഞ്ഞു വരാമല്ലോ. മറ്റു കമ്പനികളാണെങ്കിൽ 150 CC മെയിൻറ്റെയിൻ ചെയ്താലാണ് 26,000 റുപ്പീസ് ലഭിക്കുന്നത് എങ്കിൽ 149 ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 149.999 വന്നു കഴിഞ്ഞാൽ പോലും ഒന്നും കിട്ടില്ല. ഞാൻ അത് എക്സ്പീരിയൻസ്ഡ് ആണ് വേറെ കമ്പനിയിൽ. ഇവിടെ അങ്ങനെയല്ല. ഒരു CC കുറയുവാണെങ്കിൽ 173 രൂപ 33 പൈസ മാത്രമേ കുറയുള്ളൂ, ബാക്കിയുള്ളത് തരും. അതായത് ഞാൻ പറയുന്നത് നിങ്ങളോട് കൊടുക്കാനുള്ള പ്ലാനും കൊടുക്കാതിരിക്കാനുള്ള പ്ലാനും രണ്ടും ഞാൻ കണ്ടിട്ടുണ്ട്. ഫോർവേഡിന്റെ കൊടുക്കാനുള്ള പ്ലാനാണ്, അതുകൊണ്ടാണ് അത് അങ്ങനെ കമ്പനി വെച്ചിരിക്കുന്നത്. എല്ലാം ഇത് മാത്രമല്ല, എല്ലാ കാര്യത്തിലും നമുക്ക് ആ ഒരു ഗിവിങ് ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അത് മാത്രമല്ല, മറ്റു ഡിഫറെന്റ് കമ്പനികളിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാല് ഡിഫറെന്റ് ലൈൻസിൽ ബിസിനസിന്റെ ഒരു ബാലൻസിങ് ഉണ്ടെങ്കിലാണ് അവിടെ കാർ പ്ലാൻ അച്ചീവ് ചെയ്യുന്നത്. 3 ലൈനിൽ ഇത്ര ബിസിനസ് വരണം. മിക്കവാറും അതൊക്കെ എല്ലാവർക്കും പോസിബിൾ ആവാറില്ല. ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾ 1 ലൈനോ 2 ലൈനോ 3 ലൈനോ 4 ലൈനോ 5 ലൈനോ എത്ര ലൈൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ നിന്നുള്ള ടോട്ടൽ CC ആണ് ഇവിടെ കമ്പനി കൗണ്ട് ചെയ്യുന്നത്. ഇതൊരു മാനേജേഴ്സിന്റെ ഒരു ഇൻകം പൊട്ടൻഷ്യൽ ആണ്. ഒരു സൂപ്പർവൈസർ ലൈൻ ഉണ്ട്, അവിടെ ഒരു 30 CCയും ഒരു അസിസ്റ്റന്റ് മാനേജർ ലൈനിൽ 100 CCയും ഉണ്ടെങ്കിൽ ഒരു മാനേജർക്ക് കിട്ടുന്ന ഒരു ഇൻകം ആണ്. ആക്ച്വലി ഇതിൽ കൂടുതലാണ് ശരിയായിട്ടുള്ള കാൽക്കുലേഷൻ. കാരണം 2 ലൈനോ ഒന്നുമല്ലല്ലോ, അതിൽ കൂടുതൽ ബ്രാഞ്ചസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഇതിൽ കൂടുതൽ ഇൻകം ഏൺ ചെയ്യാനായിട്ടും സാധിക്കും. നോ ലിമിറ്റ്സ്. എത്ര നമ്പർ ഓഫ് സൂപ്പർവൈസേഴ്സിന് എണ്ണം കൂട്ടാം, അസിസ്റ്റന്റ് മാനേജേഴ്സ്, അസിസ്റ്റന്റ് സൂപ്പർവൈസർ എല്ലാം നമുക്ക് കൂടിക്കൊണ്ടിരിക്കുക. അതിനനുസരിച്ചിട്ട്
ഇതിലിപ്പോ വേറെ കമ്പനികളിലാണ് ഇങ്ങനെ പറയൂല. ഇവിടെ പറയുന്ന മാനേജേഴ്സിന്റെ ഇൻകം പൊട്ടൻഷ്യല് 60,000 rupees മുതൽ 2 lakhs ആണ്. ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? 5 lakhs മുകളിലാണ് ഓരോ മാനേജേഴ്സും ഇവിടെ ഇന്ത്യയിൽ തന്നെ ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു എക്സാജുറേഷൻ ഇല്ലാത്ത, വളരെ ഏറ്റവും എല്ലാം കുറച്ച് പറയുന്ന അങ്ങനെ ഒരു കമ്പനി ഞാൻ ഓൺലി 4 hours മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഇനി എങ്ങനെ നമുക്കൊരു മാനേജറിലേക്ക് എത്താം? റോഡ് ടു മാനേജർ. നമുക്ക് ആദ്യത്തെ മാസം ഒരു 10 cc-യും രണ്ടാമത്തെ മാസം ഒരു 15 cc നമ്മുടെ ടീമിൽ മൊത്തം വന്നു കഴിയുമ്പോൾ നമ്മൾ 25 cc സൂപ്പർവൈസർ ലെവലിലേക്ക് ക്വാളിഫൈ ചെയ്യും. പ്രീവിയസ് മന്തിൽ CC എപ്പോഴും കറണ്ട് മന്തിൽ CC ആയിട്ട് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് പ്രമോഷൻസ് ലഭിക്കുന്നത്. ഇപ്പൊ ജനുവരിയിൽ നിങ്ങൾക്ക് 10 cc വന്നു, ഫെബ്രുവരിയിൽ 15 cc വന്നു, നിങ്ങൾ ഫെബ്രുവരിയിൽ സൂപ്പർവൈസറായി 25 cc ടച്ച് ചെയ്തു. ദെൻ മാർച്ചില് നിങ്ങൾക്ക് 60 cc ആണ് വന്നതെങ്കിൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രീവിയസ് മന്ത്, അതായത് ഫെബ്രുവരിയിൽ 15 cc ഉണ്ടായിരുന്നതും കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അസിസ്റ്റന്റ് മാനേജർ ലെവലിലേക്ക് എത്താൻ പറ്റും. വേറെ ഒരു പ്രൊമോഷന് കൗണ്ട് ചെയ്ത് CC ആണെങ്കിലും പ്രീവിയസ് മന്തിലെ CC കറണ്ട് മന്തിലെ CC ആയിട്ട് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് പ്രൊമോഷൻ അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏപ്രിൽ 60 cc ആണ് വന്നതെങ്കിൽ മാർച്ചിലെയും ഏപ്രിലും കൂടി 2 മാസം അക്യുമുലേറ്റ് 60 + 60 120 cc നിങ്ങൾക്ക് മാനേജർ ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. കമ്പനിയുടെ ഈ ട്രെയിനിങ് പ്രോഗ്രാംസ് ഇതൊക്കെ നമുക്ക് ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ലേൺ വൈൽ യു ഏൺ. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രീ ട്രെയിനിങ്സ് ആണ്. മാർക്കറ്റിംഗ് പ്ലാൻ നിങ്ങൾ പഠിക്കുക, പ്രോഡക്റ്റിനെ പറ്റി പഠിക്കുക, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ബിൽഡ് ചെയ്യുക, നിങ്ങളുടെ ഒരു മാസീവ് ആക്ഷൻ പ്ലാൻ നിങ്ങൾ ബിൽഡ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാസീവ് ആക്ഷൻ പ്ലാൻ. വളരെ കാഷ്വൽ അപ്രോച്ച് ആണ് നമ്മൾ ഇതിൽ കാണിക്കുന്നതെങ്കിൽ നമ്മൾ കാഷ്വൽ അപ്രോച്ച് ലീഡ്സ് ടു കാഷ്വാലിറ്റി. നിങ്ങൾ ഈ ബിസിനസ്സിൽ സീരിയസ് ആവുക, മാസീവായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ചെയ്തിട്ട് ഇതിൽ പ്രവർത്തിക്കുക. നിങ്ങളുടെ ഏറ്റവും ഒരു കീ പീപ്പിൾ, ഒരു 5 പേരെ, 5 ബിസിനസ് പാർട്ട്നേഴ്സിനെ വളരെ പെട്ടെന്ന് അവരെ ഹെൽപ്പ് ചെയ്യുക, അവരെ സൂപ്പർവൈസർ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുക, അവരെ ഐഡന്റിഫൈ ചെയ്യും, അവരെ സ്പോൺസർ ചെയ്യും, അവർക്ക് സപ്പോർട്ട് ചെയ്യും, അവരെ സൂപ്പർവൈസർ ലെവലിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മാനേജർ ആവാനും സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഇനിയും ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇന്റർനാഷണൽ ട്രിപ്സ് ഉണ്ട്, മാനേജേഴ്സ് റിട്രീറ്റ്സ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. മാനേജേഴ്സ് റിട്രീറ്റ് എന്ന് പറയുന്നത് എല്ലാ വർഷവും നമുക്ക് കിട്ടുന്നുണ്ട്. ഏപ്രിൽ ടു മാർച്ച് ആണ് അതിന്റെ ക്വാളിഫിക്കേഷൻ പീരീഡ്. കഴിഞ്ഞ 6 പ്രാവശ്യമായിട്ട് കണ്ടിന്യൂസ്ലി ഞാൻ അത് ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ റാലി ഇത് കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ഡിഫറെന്റ് കൺട്രീസിൽ പോകുന്നു. ആദ്യം ഞാൻ പോയത് ജോഹനാസ്ബർഗ് ആയിരുന്നു. ലാസ്റ്റ് പോയത് ഇവിടെ സ്റ്റോക്ക്ഹോം, സ്വീഡൻ. അതിന് ഇപ്പോൾ ഈ വർഷം പോകേണ്ടിരുന്നത് ക്യാൻസൽ ആയി പോയി. ക്വാളിഫൈ ചെയ്തിരുന്നു സിഡ്നി. ചെയർമാൻ ബോണസ് അത് കഴിഞ്ഞ 5 വർഷമായിട്ട് ക്വാളിഫൈ ചെയ്യുന്ന കമ്പനിയുടെ ഗ്ലോബൽ ടേൺ ഓവറിന്റെ 3% കമ്പനി ഷെയർ ചെയ്യുന്നതിൽ അത് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഒക്കെ ഉണ്ട്. അതൊക്കെ ഡീറ്റെയിൽസ് സമയം നമുക്ക് കുറവാണ്. ഇത് കൂടാതെയാണ് ഈഗിൾ മാനേജർ റിട്രീറ്റ്, അതും ഇന്റർനാഷണൽ ട്രിപ്പാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഈഗിൾ മാനേജർ റിട്രീറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് കണ്ടിന്യൂസ്ലി. നമുക്ക് 160-ലധികം രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതിൽ ലഭിക്കുന്നത്. എനിവേ താങ്ക് യു വെരി മച്ച്. പ്രോഗ്രാം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്തായാലും വളരെ സന്തോഷം എല്ലാവരെയും മീറ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിച്ചത്. ഓക്കെ, റൈറ്റ്. അപ്പോ നമുക്ക് അടുത്ത ദിവസമാണല്ലേ. ഇപ്പൊ ഇന്ന് ഈവനിങ്ങിനുള്ള 5 o'clock ലൈവ് നമ്മളുടെ ഡിജിറ്റൽ സക്സസ് ഡേയിലേക്ക് എല്ലാവരും പങ്കെടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ പങ്കെടുപ്പിക്കുക. തീർച്ചയായിട്ടും അതൊരു വലിയൊരു എക്സൈറ്റ്മെന്റ് തരുന്ന ഒരു പ്രോഗ്രാമാണ്.
അത് നമുക്ക് ബിസിനസ് മുന്നോട്ട് കൂടുതൽ ഹൈറ്റ്സിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. എനിവേ താങ്ക് യു വെരി മച്ച്. ബൈ.